ഹലോ, നമസ്കാരമുണ്ട്. ഇന്ന് നമുക്ക് പാതിരാത്രിക്ക് പുനർജനിച്ച ഒരു ഓട്സിൻ്റെ കഥ കണ്ടാലോ? ആദ്യം തന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്സ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഞാൻ ഗ്യാസിലോട്ട് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച്, അപ്പം നമ്മളിവിടെ ആദ്യം എടുക്കുന്ന ക്വേക്കർ ഓട്സ് ആണ്, ക്വേക്കർ അപ്പൂപ്പൻ്റെ. അത് ഞാൻ സൂമൊക്കെ ചെയ്ത് കാണിച്ചാലേ അപ്പൂപ്പന് പിണക്കമായാലോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓട്സ് എടുത്തിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡേറ്റ് കഴിഞ്ഞാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പണി പാളിയടാ, എന്തോ കളർ മാറ്റമൊക്കെ സംഭവിച്ചു. പിന്നെ ഞാൻ ആ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് തളരരുത് രാമൻകുട്ടി എന്ന് പറഞ്ഞ് ഞാൻ വേറെ പാത്രം എടുത്തു. എന്നിട്ട് ആ സെയിം ഓട്സിൻ്റെ ഇവിടെ കിട്ടുന്ന ഓട്സിൻ്റെ അത് തന്നെ ഞാൻ വീണ്ടും ഉപയോഗിച്ചു. ഞാനത് കുടഞ്ഞ് അങ്ങോട്ട് ഇട്ടു. അത് കഴിഞ്ഞ് അതവിടെ തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ ഓട്സ് റീഫിൽ ചെയ്ത് വെച്ചു പാത്രത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി പഞ്ചസാര ഇടും ഓട്സ് ഉണ്ടാക്കുമ്പോൾ. എനിക്ക് എന്നാലേ അത് കുടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 2-3 സ്പൂൺ ഇട്ടു. എന്നിട്ടും എനിക്ക് മതിയാവാഞ്ഞിട്ട് ഞാൻ അവസാനം വീണ്ടും 3-4 സ്പൂൺ വീണ്ടും കോരി കോരി ഇടുന്നുണ്ടായിരുന്നു. ഓട്സിന് നല്ല മധുരം വേണം എനിക്കപ്പം. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ വെള്ളമൊക്കെ വെച്ചു ആറിക്കാനായിട്ട്. ഓട്സ് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയുന്നതെന്ന്, വെള്ളം അത് ഓട്സ് തണുക്കാൻ വേണ്ടി വെള്ളത്തിൽ വെക്കത്തില്ല അത്. എന്നിട്ട് ഓട്സ് ഒരു ബൗളിലേക്കാക്കി. ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത്, ഓട്സിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് നട്ട്സും ഒക്കെയാണ്. അതിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റൽ ബെറിയുടെയാണ്. ഇത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എൻ്റെ ആൻറ്റി വന്നപ്പോൾ. അത് ഞാൻ മേളിലിങ്ങനെ ഒരു ഡെക്കറേഷന് വേണ്ടി കുറേയൊക്കെ ഞാൻ വെതറി മീൻസ് ജസ്റ്റ് ഇങ്ങനെ വെച്ചു. ആൻഡ് അത് കഴിഞ്ഞ് ഒരു സ്പൂൺ വെച്ച് എസ്തെറ്റിക്കാക്കി അങ്ങോട്ട് ഇളക്കി വിട്ടു. പക്ഷെ ശരിയായില്ല. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഓട്സിൻ്റെ പുനർജനിച്ച ഓട്സിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്?